കൂടുതൽ അനധികൃത കുടിയേറ്റക്കാരെ നാട് കടത്താൻ അമേരിക്ക 119 അനധികൃത കുടിയേറ്റക്കാരെ 2 വിമാനങ്ങളിലായി നാളെ ഇന്ത്യയിലെത്തിക്കും. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ്. സിബി, ഒരുപക്ഷെ രാജ്യം കാത്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും ഈ കുടിയേറ്റക്കാരെ, ഇന്ത്യക്കാരെ ഈ നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കണ്ടതാണ്, കാലിൽ ചങ്ങല ബന്ധിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിൽ ഉണ്ട്, ട്രംപുമായി കൂടിക്കാഴ്ച അടക്കം നടത്തുകയും ചെയ്തു. കുടിയേറ്റക്കാരെ പുറത്താക്കണമെന്ന നിലപാട് തന്നെയാണ് മോദിക്കുമുള്ളത്. എങ്ങനെയാണ് അവരെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? സിജു, തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനത്തിനിടെയാണ് അമേരിക്കയുടെ രണ്ടാം ഘട്ട നാട് കടത്തൽ എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. 2 വിമാനങ്ങളിലായി 119 ഇന്ത്യക്കാരെ നാട് കടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ പഞ്ചാബ് സർക്കാർ വൃത്തങ്ങളാണ് ഈ കാര്യം അറിയിക്കുന്നത്. അതായത് ഒരു വിമാനം നാളെയും മറ്റൊരു വിമാനം ഞായറാഴ്ചയും അമൃത്സറിലെ ഗുരു രാംദാസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സൈനിക വിമാനത്തിലാണോ അതോ വിലങ്ങണിയിച്ചാണോ ഇവരെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. അതോ ഈ ചാർട്ടേഡ് വിമാനങ്ങളിലാണോ കൊണ്ടുവരുന്ന കാര്യത്തിലും ഒരു കൃത്യത ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എന്തായാലും നേരത്തെ 104 ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചാണ് സൈനിക വിമാനത്തിൽ ഇറക്കിവിട്ടത്. അത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. എന്നാൽ അമേരിക്കൻ നടപടിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യക്കാരെ ചങ്ങലയിട്ട് നാട്ടിലെത്തിച്ച സംഭവം, ഇത് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പോലും മോദി മൗനം പാലിക്കുന്നതും കണ്ടു. എന്തായാലും ഇനിയിപ്പോൾ 487 ഇന്ത്യക്കാരെ നാടുകടത്താനുണ്ട് എന്നുള്ളതാണ് അമേരിക്ക കഴിഞ്ഞ ദിവസം കണക്കുകൾ സഹിതം പുറത്തുവിട്ടത്. അതിലിപ്പോൾ രണ്ടാം ഘട്ടമായി 119 ഇന്ത്യക്കാരെ 2 ദിവസങ്ങളിലായി ഈ പഞ്ചാബിൽ ഇറക്കി വിടുമെന്നുള്ളൊരു വിവരം കൂടി ലഭിക്കുന്നു. എന്തായാലും നാടുകടത്തപ്പെടുന്ന ഇന്ത്യക്കാരുടെ സമീപനം ഇനിയും ഏത് രീതിയിലാകുമെന്നെല്ലാം നിലയും രാജ്യം ഉറ്റുനോക്കുകയാണ്. സിജു, ശരി, സിബി ജോസഫാണ് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.